മനുഷ്യ ജീവിത കഥാനുഗായികളിതിലേ വരുമോ വീണ്ടും വീണ്ടും? നവയുഗ യവനിക ഞൊറികൾ വിടർത്തി പ്രകാശതിലകം ചാർത്തി മനുഷ്യ ജീവിത കഥാനുഗായികളിതിലേ വരുമോ വീണ്ടും വീണ്ടും? പ്രളയം, മഹാപ്രളയം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിന് 2018 സാക്ഷ്യം വഹിച്ചു. ജലനിരപ്പിന്റെ ഉയരം കൂടുന്തോറും സമ്പാദിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്നത് വേദനയോടെ കണ്ടു നിൽക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യർ. പക്ഷേ എല്ലാം മറന്ന് അതിജീവനത്തിനായി സഹവർത്തിത്വത്തോടെ അവർ ഒത്തുചേർന്നപ്പോൾ ഉച്ചനീചത്വങ്ങളുടെ ഇരുണ്ട ഗുഹയുടെ മുന്നിൽ അടഞ്ഞിരുന്ന കരിങ്കല്ല് ഉരുട്ടി മാറ്റിക്കൊണ്ട് കേരള ജനത ജാതിമത ദ്വേഷങ്ങൾ മറന്ന് ഒന്നായി മാറുന്നത് നമ്മൾ കണ്ടു. അതെ, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അതുപോലൊരു കാഴ്ചയാണ്. ഈ ക്രിസ്മസ് നവവത്സര നാളുകളിൽ ഞങ്ങളുടെ ഈ എളിയ സ്കിറ്റ് ഒരു ചാറ്റൽ മഴ പോലെ പെയ്തിറങ്ങി നിങ്ങളുടെ ചേതോവികാരങ്ങളെ തഴുകിയൊഴുകി സ്നേഹത്തിന്റെ അണക്കെട്ടുകൾ ഭേദിച്ച് കരകവിഞ്ഞൊഴുകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വരൂ, കുണ്ടമൺകടവ് പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക്. പ്രളയ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഒരുക്കുന്ന പ്രണയകാവ്യം ബലഹീനനും പാപിയുമായ ദാസൻ. നവയുഗ യവനിക ഞൊറികൾ വിടർത്തി പ്രകാശതിലകം ചാർത്തി മനുഷ്യ ജീവിത കഥാനുഗായികളിതിലേ വരുമോ വീണ്ടും വീണ്ടും? ഫോണൊക്കെ പിന്നെ ചാർജ് ചെയ്യാം. ആദ്യം കറിയുടെ ഉപ്പൊന്ന് നോക്കിക്കേ. എല്ലാം ഓക്കെ ആണോ? അടിപൊളി, ഒന്നും പറയാനില്ല. കിടക്കി തീർത്ത് കലക്കി. മെമ്പറുടെ കൈപുണ്യം ഈ പഞ്ചായത്ത് മുഴുക്ക പാട്ടല്ലേ. ഒന്ന് പോയെന്റെ പിള്ളേച്ച. ഇവിടെ പിള്ളേര് വിശന്നിരിക്കുമ്പോഴാ അങ്ങേരുടെ ഒരു അവിഞ്ഞ തമാശ. നജീബേ, സണ്ണിച്ച, ഫുഡ് റെഡിയായി, ഒന്ന് കഴിക്കാൻ നോക്ക്. മെമ്പറെ, പിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് ഒക്കെ കൊടുക്ക്, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. മോളെ ജാൻസി, എന്താ ഡാഡി? നീ കറിക്കരിയാനൊന്നും നിൽക്കണ്ട. നീ അകത്ത് പോയി ആ ഐപാഡ് ചാർജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂസ്റ്റനെ പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഒന്ന് നോക്ക്. ഇനി മറ്റേ കക്ഷിക്കാരെ കാണാൻ പിടിച്ചെടുത്തോ ഒന്നും നോക്കി. ഡാഡി, ഞാൻ കുറച്ചു നേരം ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. മെമ്പറെ, ഒരു വലിയ ലോഡ് നമ്മുടെ പള്ളി നാം തോന്നുന്നു. ആഹാര സാധനം വല്ലതും ആയിരിക്കും. ദൈവത്തിന് നന്ദി. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓ, സമാധാനമായി. അല്ലേലും ആ പള്ളിക്കാർക്ക് നമ്മോടൊക്കെ ഭയങ്കര സ്നേഹമാ. ചേച്ചി അയ്യോ ചേച്ചി, ഓ ആ ലോഡ് മുഴുവനും ബൈബിളാ ചേച്ചി, ആരൊന്നും അല്ലെന്നേ. ഓ, ബൈബിൾ ആയിരുന്നോ? ഞാൻ വിചാരിച്ചു വിശപ്പടക്കാൻ വല്ലതുമായിരിക്കുമെന്ന്. ഇതുപോലൊരു വെള്ളപ്പൊക്കം ഈ അടുത്തിടെ എങ്ങും കണ്ടിട്ടില്ല. ഏതായാലും ഇവിടെ പെട്ടുപോയി. ഇനി അടുത്തെങ്ങ് എയർപോർട്ട് തുറക്കുമെന്ന് തോന്നുന്നില്ല. നജീബ, നീ ഇപ്പൊ ഗൾഫിൽ എവിടെയാ? ഞമ്മള് മസ്കറ്റിലാ ചായ. നിനക്കിപ്പോ അവിടെ എന്താ പണി? ഓ, ഞാനവിടെ അറബിയുടെ വലങ്കയാണ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതി. മാസം 19,000 രൂപ നാട്ടിലേക്ക് ചവിട്ടാം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലോ? ചുമ്മാതല്ല, അങ്ങോട്ട് നടക്കുമ്പോ തലയിൽ ഒരു ചട്ടിയും ഇങ്ങോട്ട് നടക്കുമ്പോ 4 കട്ടയും കാണും, കല്ലി വരും. ഓ അങ്ങനെ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. അതുകൊട്ടെ, ഗൾഫിൽ ഇപ്പൊ മഴയൊക്കെ ഉണ്ടോടാ? അയ്യോ എന്റെ അച്ചായ, ഇതുപോലൊരു പ്രളയം അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. കെട്ടിടങ്ങളും കാറുകളും എന്തിനു പറയണ്, 100 അടി പൊക്കമുള്ള ഒരു ഒട്ടകം വരെ ഒലിച്ചു പോയി. ഓ, ഇതൊക്കെ എന്തിരിക്കുന്നു? അമേരിക്കയിലെ പ്രളയമാണ് പ്രളയം. 911 വിളിച്ച പിന്നെ നമ്മൾ ഒന്നും അറിയണ്ട. 2011 ഹൂസ്റ്റണിൽ വെള്ളം പൊങ്ങിയ സമയത്ത് എന്റെ നജീബെ അമേരിക്കൻ പോലീസ് ടപ്പേത് വന്ന് എന്റെ മേരിക്കുട്ടിയെ, എന്താണ് ഈ ഇരിക്കുന്ന ജാൻസി മോളെ, 24 മണിക്കൂറിനുള്ളിൽ രായ്ക്ക് രാമാനം നേരെ വിളിക്കുന്നതിന് മുമ്പ് ഫൈറ്റർ പ്ലെയിനിലാണ് ലവന്മാര് ഫിലാഡൽഫിയയിലുള്ള എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോടെ മുറ്റത്ത് കൊണ്ട് ഇറക്കിയത്. അറിയാവോ? അൽഹംദുലില്ലാഹ്, അറബി പോലീസും ഒട്ടും മോശമല്ല. മനുഷ്യരുടെ കാര്യത്തിൽ അവർ പടപടാന്ന് പറഞ്ഞെത്തും.
അതിനിപ്പം നമ്മുടെ നാട്ടിലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ. നജീബ്, ഏതാ ഈ ചെറുക്കൻ? നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഓ, അത് നമ്മുടെ കയ്യാല പണിക്കാരൻ എസ്തപ്പാനമൊന്ന് ദാസനാണ്. വലിയ പഠിത്തക്കാരനൊക്കെയാ, പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നജീബേ, നീ വാചകം പഠിച്ച് ക്ഷീണിച്ചതല്ലേ? എന്നാ ഒരു പഴംപൊരി കഴിക്കുക, തൊണ്ടയ്ക്ക് ഒരു ലൂബ്രിക്കേഷൻ വരട്ടെ. ഇവിടൊക്കെ പാവങ്ങളെ കാണുമ്പോ പുച്ഛ. അവനുണ്ടാക്കിയ കഴിക്കാൻ ഒരു കുഴപ്പവുമില്ല. മുണങ്ങ മുണങ്ങ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ? ഒന്ന് കുമ്പസാരിക്കുകയൊക്കെ വേണ്ടേ? നിന്റെ വീട്ടിൽ പോയി പറയണം. എന്റെ ഓമനെ. ഡാടാ, എന്റെ കെട്ടിയോൻ പോലെ എന്നെ ഇതുവരെ എന്റെ പേര് വിളിച്ചിട്ടില്ല. ആ, അതൊക്കെ പോട്ടെ. ഇവിടെ 100 കൂട്ടം പണിയുള്ളപ്പോൾ നീ എവിടെയായിരുന്നു? ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനത്തെ മറ്റ് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം കരയ്ക്ക് അടുപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. അതേത് സ്ഥാപനം? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻസ് ലിമിറ്റഡ്, ഒരു പൊതുമേഖലാ സ്ഥാപനം. ഓഹോ, കുപ്പി വെറുക്കാൻ പോയതാണല്ലേ? എന്റെ പൊന്നു മെമ്പറെ, ഒന്നും പറയണ്ട. ഞാൻ കൈ കിട്ടിയ കുപ്പിയൊക്കെ പറക്കി നമ്മുടെ വത്സല ചേച്ചിയുടെ മതിലേ കയറി ട്രാൻസ്ഫോമറിൽ ചാരി നിന്ന് ഒരു കട്ടൻ ബീഡിയും വലിച്ചോട് നിന്നപ്പം ദേണ്ടെ വരുന്നു നമ്മുടെ നേവിയുടെ ഹെലികോപ്റ്റർ. ഞാൻ ചുമ്മാ അവർക്കൊരു ടാറ്റ കൊടുത്തതേ ഉള്ളൂ. അവന്മാര് സ്പോട്ടിൽ ചവിട്ടി നിർത്തി എന്നെ കയറെ വലിച്ച് അകത്തോട്ട് കയറ്റി. അയ്യോ, പിന്നെ നീ എങ്ങനെ എത്തി ഇവിടെ? ഞാൻ ചൂട്ടേ വന്നിറങ്ങി. ഓ, പാരച്ചൂട്ടോ? അല്ലാന്നേ, ഞാൻ ഹെലികോപ്റ്ററിൽ നിന്ന് തെന്നി അടിച്ച് ഒരു തെങ്ങിന്റെ മണ്ട വീണു. അപ്പൊ കയ്യിൽ ഒരു ചൂണ്ടാപിടുത്തം കിട്ടിയത്. അത് 2 എണ്ണം കക്ഷത്ത് കിട്ടിയതുകൊണ്ട് ഞാൻ താഴോട്ട് പറന്നിറങ്ങി. ഇപ്പൊ എന്റെ നടുവ് അനക്കാൻ വേല. കളക്ടർ എടാ, ആള് മാറിപ്പോയി. ഇതാ കളക്ടർ. നീ എന്നെ പറ്റിക്കോ അല്ലേടാ? വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ശിവനെ, ഇത് ഏത് ജില്ല? അല്ല, എന്തുവാ മോടെ പേര്? അയ്യോ, ചെരുപ്പ് ചെരുപ്പ്, ദേണ്ടേ പോകുന്നു ചെരുപ്പ്. അരിപ്പയർ പലവ്യഞ്ജനം, മുട്ട റൊട്ടി, തേങ്ങ, തേയില, പാല്, പഞ്ചസാര. ഇതെല്ലാം ആവശ്യത്തിനൂടെ കിട്ടുന്നുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? ഉണ്ട് സാറേ, ഇവിടെ എല്ലാം ആവശ്യത്തിനുണ്ട്. സാറേ, എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ചില വരവ് പോക്കുകളൊക്കെ ഉണ്ട്. ഈ പകൽമാന്യനുണ്ടല്ലോ, ഇവിടുന്ന് പലതും മുക്കുന്നുണ്ട് സാറേ. അത് ആരും അറിയുന്നില്ലെന്നാ ഇവന്റെയൊക്കെ വിചാരം. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നോ? ഇവനെ പോലുള്ള രാഷ്ട്രീയ സ്നോബുകൾ ഇവിടെ മാത്രമല്ല, അങ്ങ് വടക്കേ ഇന്ത്യയിലും ഉണ്ട്. ഇയാളെ പോലുള്ളവർക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, അതായത് ആത്മാവ് എന്താണെന്ന് അറിയില്ല. ആ ആത്മാവിനെ തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സ്നോഗ്രാഫി ഉണ്ടാകണം. എന്റെ അളിയാ, കൊടുക്കൈ. ഓ സാറേ, സോറി. എനിക്ക് കൈനകരി ക്യാമ്പിൽ പോകുവാൻ ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നു. ഈ കുണ്ടമൺകടവ് ക്യാമ്പിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. മൈ ഫോൺ നമ്പർ ഈസ് 9999999. അത് സാറേ, ഈ ഡബിളും ട്രിപ്പിളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വല്ല കുഴപ്പമുണ്ടോ?
ഓ അങ്ങനെ പോയോ, എന്റെ സംശയം തീർക്കാനും പറ്റിയില്ല. ആ ഓസി ജോർജ്, ഇങ്ങോട്ടൊന്ന് വന്നേ, ചോദിക്കട്ടെ, താനിപ്പോ എവിടെ പോയിച്ചു വരിക? ഓ, ഞാൻ നമ്മുടെ ബിഷപ്പിനെ ഒന്ന് കണ്ട് കൈമുത്തിയേച്ച് വരുവാ. ആര്? നമ്മുടെ ജാങ്കോ പിതാവോ? അതിന്റെ അരമനയിലല്ല വെള്ളം കയറി കിടക്കുമല്ലേ? അരമനയല്ല, പുള്ളിക്കാരൻ ഇപ്പൊ ജയിലിലാ പൊറുതി. എന്തിനേറെ പറയുന്നു, ബിഷപ്പും അച്ഛന്മാരും എന്തിന്, ഇപ്പൊ നമ്മുടെ കപ്പ്യാര് വരെ അവിടെ ഉണ്ട്. എന്നാ പിന്നെ അതൊരു ഭദ്രാസനമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചേക്കാം. എന്നാ വാ, നമുക്കൊന്ന് പോകച്ചേച്ച് വരാം. ഇങ്ങനെയാണോ? ദാസനല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ചെറിയനാട് നിർമ്മല ഭവനിൽ +2 കൂടെ പഠിച്ച ഒരു ജാൻസി ഓർമ്മയുണ്ടോ? ജാൻസി? ജാൻസി? ജാൻസി, നീ ഇവിടെ? നീ ഒരുപാടങ്ങ് മാറിപ്പോയി. നീ അമേരിക്കയിൽ പോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതെ, ശരിയാണ്. ഫൈനൽ എക്സാമിന് മുൻപ് തന്നെ ഞാൻ പോയി. ഓ, നിന്റെ സഹോദരൻ ജിൻസണോ? ജിനുവായിട്ട് വന്ന ഡിഗ്രി ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ട്. ഓ, ആ കൊച്ചു പാവാടക്കാരിൽ നിന്ന് നീ ഒരുപാട് മാറിയിരിക്കുന്നു. ജാൻസി, നീ എന്നെ മറന്നില്ലല്ലേ? നിർമ്മല ഭവനിലെ വരാന്തകളിലൂടെ തലയുയർത്തി നടന്നിരുന്ന ആ പൊടിമീശക്കാരനെ എന്റെ മനസ്സിന്റെ ഇടനാഴികളിൽ ഒരു ദിവാസ്വപ്നം പോലെ ഇപ്പോഴും കാണാറുണ്ട്. എനിക്ക് മറക്കാനാവുമോ ദാസേ? ജാൻസി, 7ാം കടലിനക്കരെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും നടുവിലും എന്താ എനിക്ക് മറക്കാൻ കഴിയാത്തതെന്ന് ഞാൻ സ്വയം ചിന്തിച്ചു. മേ ബി ഐ ആം എ സ്റ്റുപ്പിഡ് ഗേൾ, ഓർ മേ ബി ഐ ആം മാഡ്ലി ഇൻ ലവ്. കഴിഞ്ഞ 7 വർഷങ്ങൾ ഒരു പ്രാവശ്യം കൂടി അന്ന് കാണണമെന്ന് മാത്രമായിരുന്നു എൻ്റെ മോഹം. അതിപ്പോൾ സാധിച്ചു. ഒരു പക്ഷേ ഈ ലോകത്ത് ഒരുപോലുള്ള 7 പേരുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. ഈ ലോകത്ത് ദാസനെ പോലെ ദാസൻ മാത്രമേ ഉള്ളൂ. ജാൻസി, മതി. ഇനി നിന്റെ മുമ്പിൽ പൊട്ടം കളിക്കാൻ ഞാനില്ല. എന്നെപ്പോലെ ആൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളായിരുന്നു എന്നും ജാൻസി. എല്ലാം ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്കിപ്പോഴും എന്നും ഇഷ്ടമാണ്. പ്രളയം മാറി എയർപോർട്ട് തുറന്നു കഴിഞ്ഞാൽ ജാൻസി നീ തിരിച്ചു പോകില്ലേ? ഇനി ഒരാൾ കൂടി ഉണ്ടെങ്കിലേ ഞാൻ തിരിച്ചു പോകൂ. ആരാണ് അയാൾ? ഇയാൾ. പ്രിയതമേ ശകുന്തളേ, പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, പറയുമോ പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, പറയുമോ? ജാൻസി, ആരടീവൻ? ദാസൻ. അവൻ ദാസനാണ്, എനിക്കറിയാം. അവൻ നിന്റെ ആരാണെന്ന് എനിക്കറിയേണ്ടത്. ജിനുവേട്ട, what are you talking about? This is my life. I like him. Come on, ജിനുവേട്ട. നീ അറ്റ്ലീസ്റ്റ് ഡാഡിയെ കുറിച്ചെങ്കിലും ഓർക്കണമായിരുന്നു. ഡാഡി ഇനി എങ്ങനെ അമേരിക്കയിലെ പള്ളിയിലെ ആളുകളെ ഫേസ് ചെയ്യും? നമ്മുടെ കുടുംബത്തിനെ പറ്റി ഒരുത്തനാണോ ഇവൻ? ഓസി, അടിയടാ ഇവനെ. ജിൻസൺ, പണവും തടിപിടുക്കൊണ്ടെന്ന് കരുതി എന്നെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറി ദൈവം പോലും ക്ഷമിക്കത്തില്ല. ഓ പിന്നെ. Oh, please stop. ദാസനെ വിടൂ. ജിൻസൺ ചെയ്തു വളരെ നന്നായി. എന്നാലും ആ ദാസന്റെ ഒരു അഹങ്കാരം നോക്കണേ. അവൻ പുളിങ്കൊമ്പിലല്ലേ കയറി പിടിച്ചത്. അവൻ ഇത് കിട്ടിയാൽ പോരാ. അതുമാത്രമല്ല ഓസി, ഇവന്റെ അപ്പന് കൂലിപ്പണി കൂടാതെ കള്ളവാറ്റും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഗുണം പിടിക്കും? ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ ഇവനെ പോലുള്ള പാപികളെ ഞങ്ങളുടെ വീടിന്റെ ഏഴാലത്ത് കയറ്റാൻ പറ്റില്ല. ദാസൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അയ്യോ, ഓടി വരണേ, അമേരിക്ക വളർത്തി പോയേ, ഒന്ന് ഓടി വരണേ, ആരെങ്കിലും പോയി ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും പോയി ഒന്ന് രക്ഷിക്കണേ.
സണ്ണിച്ചായൻ എങ്ങനെ വെള്ളത്തിൽ വീണു? പറയടാ, പറ. ഇന്ന് രാവിലെ ഞാൻ മത്സര ചേച്ചിയുടെ വീടെടുത്ത് ആ ട്രാൻസ്ഫോമർ ഇല്ലേ, അതിന്റെ ഇടയിൽ ഉളുപ്പ് ചോദിച്ച കള്ളുവും പോയി എടുക്കാൻ വേണ്ടി ഞാനും ആ അമേരിക്കൻ അച്ചാനും കൂടി മതിലിന്റെ പുറത്തൂടെ നടന്നു പോയപ്പോൾ അച്ഛൻ കാലത്തിന്റെ വീണു. ആരെങ്കിലും പോയി ഒന്ന് രക്ഷിക്കേ. അയ്യോ അയ്യോ ഡാഡി, ഡാഡി ആരെങ്കിലും രക്ഷിക്കണേ, എനിക്ക് നീന്തൽ അറിയില്ല. മോളെ ജാൻസി, നമ്മുടെ ഡാഡി. ചിനുവേട്ടാ പ്ലീസ് ഒന്ന് പോയി നോക്ക്, എനിക്ക് പേടിയാവുന്നു. അയ്യോ ഡാഡി, ഡാഡി ആർ യു ഓക്കേ? സാരമില്ല മോളെ, കർത്താവിന്റെ കൃപ കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ വെള്ളത്തിൽ മുങ്ങിത്താണ സമയത്ത് ഒരു ദൈവദൂതനെ പോലെ ദാസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നെ അവൻ രക്ഷിച്ചു. ദാസനോ? ഇവൻ എന്താ ചെയ്തെന്ന് ഡാഡിക്ക് അറിയാമോ? നമ്മുടെ ജാൻസിയുമായി. ഈ ദാസൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന്. ഡാഡി, ഇവൻ. നീ ഒന്നും പറയണ്ട. ജോർജ് പറഞ്ഞ് എല്ലാം ഞാൻ അറിഞ്ഞു. പണവും സമ്പത്തും കൊണ്ട് കണ്ണുമഞ്ഞളിച്ച എനിക്ക് കുട്ടികളുടെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ല. എന്നേക്കാൾ പണവും പ്രതാപവും കുറഞ്ഞവരോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയിരുന്ന എന്റെ ജീവൻ രക്ഷിക്കാൻ ദാസനെ പോലെ ഒരാൾ വേണ്ടി വന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യഹൂദനും യവനനും എന്നില്ല, ദാസനും യജമാനനും എന്നില്ല, എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നുവെന്ന സത്യം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ എന്നാണല്ലോ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ദാസേ, ഞാൻ തള്ളിക്കളഞ്ഞ കല്ല് ഇന്ന് ഈ കല്ലറക്കൽ കുടുംബത്തിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നീ ഇനി മുതൽ ബലഹീനനും പാപിയുമായ ദാസനല്ല, മറിച്ച് എന്റെ ജാൻസിമോളുടെ കൈപിടിച്ചേൽപ്പിക്കാൻ സർവദാ യോഗ്യൻ നീ തന്നെ. ഇനി അടുത്തു വാടാ മക്കളെ. ഹെലികോപ്റ്റർ ഒന്നുകൂടി ഇതുവഴി വന്നായിരുന്നേ അതിലൊന്ന് വലിഞ്ഞു കയറി ഒരു പുഷ്പവൃഷ്ടി നടത്താമായിരുന്നു.